സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ വേറെ ആളും കൂടി ഉണ്ട്, അച്ചി ചേച്ചി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒച്ച കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബാക്കിൽ ഫുള്ള് വണ്ടി. ഞങ്ങളിപ്പോൾ തലവലപ്പറമ്പിലാണ്. അപ്പോൾ ATM ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. ATMിലെ കാർഡ് ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ATM പോയി കിടക്കും. അതുകൊണ്ട് ഇനി അത് നടക്കുകയില്ല. ഇനി കുറച്ച് പരിപാടി ഇങ്ങനെയാണ്. നന്ദുവിൻ്റെ വാച്ച് എടുത്തുകൊണ്ട് വന്നു. ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് മൊത്തം പോയിരിക്കുമായിരുന്നു. ഇനി അത് ശരിയാക്കിയിട്ട് അവൾക്കൊരു ചെറിയ സർപ്രൈസ് പോലെ കൊടുക്കാമെന്ന് വിചാരിക്കണേ. ഇനിയിപ്പോൾ അവളെ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നോക്കട്ടെ. അതേപോലെ ബിരിയാണി കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത് വാച്ച് ശരിയാക്കാനല്ലേ പോകണം. സോറി, കഴിക്കട്ടെ, ഞങ്ങൾ ആദ്യം വയറ് നിറക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിനെ എവിടെ കഴിക്കുന്നത്? ബിരിയാണി അല്ലേ? അവിടെ പോകണം. ഞങ്ങൾ അപ്പോൾ ബിരിയാണി കഴിക്കാൻ പോകുമ്പോൾ ബാക്കി പറയാം. ഓക്കെ, ബൈ. ഓക്കെ, സോ ഹേ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ താസയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തേക്കുന്നത്. അവിടെ എന്താ കൂടുതൽ സംസാരിക്കാത്തതെന്ന് വെച്ച് കാണാൻ വരില്ലേ? ഓക്കെ, അവിടെ എന്താ വെച്ചാൽ അവിടെ വഴി വെച്ച് എന്താ ഒന്നും പറയാനെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാവോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇനി എനിക്ക് എൻ്റെ ചില്ലിക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങാനുണ്ട്. അതായിരുന്നു ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല വിശപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം വാങ്ങിച്ചെന്ന്. ഇതെനിക്ക്, ഇതച്ച് ചേച്ചിക്ക്. ഇനി അവൾക്ക് വാങ്ങിച്ചില്ലേ അവളവിടെ ചെല്ലുമ്പോൾ എന്നെ കൊല്ലുമെന്ന് അറിയാം. അതുകൊണ്ട് അവൾക്ക് പാഴ്സലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ബാക്കി ഇറങ്ങിയിട്ട് ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞു ഇന്നത്തെ പരിപാടി എന്താണെന്ന്. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ATMിൽ പോയി, ഒന്നും നടന്നില്ല. അവിടെ ATM അടിച്ചു പോയേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ നന്നായിട്ട് വിശന്നിട്ട് ഇവിടെ കാസയിൽ കയറി ഫുഡ് കഴിച്ച്. ചേച്ചിയുടെ ബിരിയാണി മനസ്സിലാകുമായിരുന്നു, എൻ്റെ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. പിന്നെ ഇനി കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചിഞ്ചില്ല എന്ന് പറഞ്ഞൊരു പെറ്റുണ്ട്. അത് ഞാൻ വൈകാണ്ട് തന്നെ കാണിച്ചു തരാം. എന്നിട്ട് അതിന് ഫുഡ് വാങ്ങാനുണ്ട്. പിന്നെ റെയിൽവേ പോകാനുണ്ട്. കുറച്ച് റെയിൽവേയുടെ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ വെച്ച് കാണാം. ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നതിന് ശരിക്കും സമ്മതിക്കണം കേട്ടോ. എന്താ പറയേണ്ടതെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുകയില്ല. ചുമ്മാ ഇതേപോലെ ചിരിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അവിടെ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, സോ ഗൈസ്, ഞങ്ങളിപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവളുടെ വാച്ച് മാറിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിന് വേണ്ടി വാച്ചിൻ്റെ സ്ട്രാപ്പ് മാറിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതായിരുന്നു അവൾ ഇട്ടുകൊണ്ട് ഇരുന്നിരുന്ന വാച്ചിൻ്റെ സ്ട്രാപ്പ്. ഇത് മാറ്റിയിട്ടുണ്ടോ പുത്ത്? ഇത് ഞാൻ പറഞ്ഞെടുത്ത കളറ, അതുകൊണ്ട് ഇത്ര നന്നായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞെടുത്ത ആയതുകൊണ്ട് ഇത്ര വൃത്തിക്കിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ വേണ്ട, ഭയങ്കര ഞാൻ പറഞ്ഞു കൊടുത്ത ആളുടെ നല്ല സമ്മതിക്കുന്നില്ല. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ഇട്ട് വരുമ്പോഴത്തേനും ലാസ്റ്റ് ആയിരിക്കും. ഈ വാച്ചല്ല, ഞാൻ വീഡിയോയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞില്ല എനിക്കൊരു പെറ്റുണ്ടെന്ന്. അതിന് വേണ്ടി ഫുഡ് വാങ്ങാൻ പോകണം. പെറ്റേതാന്ന് പറയരുത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ വേറെ ഒന്നുമില്ല, ഞാൻ അവിടെ പോയിട്ട് ഒരു ചെറിയൊരു ഗസ് തരാം. പെറ്റെന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന്. പെറ്റ്. അതിൻ്റെ പേര് ചിഞ്ചില്ല എന്നാണ് കേട്ടോ. നല്ല പേരല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഓക്കെ, സോ ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ ചിഞ്ചില്ലയുടെ ഫുഡ് വാങ്ങുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറുതായിട്ട് ടൂർ തരാം. ഇതുപോലത്തെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ചിഞ്ചില്ല ഏറെക്കുറെ ഇല്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടുത്തെ കുറേ മീനുകളാണ്. പക്ഷേ എൻ്റെ ചിഞ്ചില്ല ഇത്രയും വലുതൊന്നുമല്ല. ഇതിലും ചെറുതെന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. എന്തായാലും വീട്ടിലേക്ക് അല്ലേ കാണിച്ചില്ല. ഇവിടെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗസ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലത്തെ ഒരു സാധനം. ഈ മീനെ കണ്ടു? ഇത് കണ്ടോ? ഇത് ഏത് മീനാണോ അതാണ് എൻ്റെ ചിഞ്ചില്ല. ഓക്കെ, എന്തൊക്കെ എനിക്കാണ്. അപ്പോൾ ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ നേരെ വീട്ടിലോട്ടാണ്. കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് അടിപൊളിയാവാനുണ്ട് അല്ലേ? പിന്നെ കുടുംബനാഥനായി. ഇപ്പം എല്ലാം വീട്ടിലെ പണി ഞാൻ തന്നെ നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളല്ലോ. ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അവിടെ തന്നെ പോകാനും എടുക്കായിരുന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ കഴിഞ്ഞ വീഡിയോ പോലെ ആയില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കുറച്ചുകൂടെ അടിപൊളിയാക്കാം അല്ലേ? അതെ.
അപ്പം ഈ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ Ta-da. ഓക്കെ ബൈ.